ഈ ഒരു ക്വസ്റ്റ്യനിൽ 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചിട്ട് അതിൽ ടാൻജന്റ് വരക്കാനാണ് പറഞ്ഞത്. എക്സ്റ്റേണൽ പോയിന്റ് 7.5 സെന്റിമീറ്റർ ലൈന് വരച്ചിട്ട് അവിടെ നിന്ന് ഒരു ടാൻജന്റ് വരക്കാനാണ് പറഞ്ഞത് അല്ലേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരക്കാം. ആദ്യം 3 സെന്റിമീറ്റർ സ്കെയിൽ മെഷർ ചെയ്യാം. അതിനുശേഷം 3 സെന്റിമീറ്ററിലെ ഒരു സർക്കിൾ വരക്കാം. ഓക്കെ, സെന്റർ മാർക്ക് ചെയ്യാം. ഓ, ഇതാണ് സെന്റർ ഒ ആയിട്ട് മാർക്ക് ചെയ്യാം. അതിനുശേഷം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 7.5 സെന്റിമീറ്റർ ലൈനാണ് ഔട്ട്സൈഡിലേക്ക് വരക്കാൻ പറഞ്ഞത്. സോ അതിനായിട്ട് സ്കെയിൽ വെച്ചിട്ട് സെന്ററിൽ 0 വരുന്ന രീതിയിൽ വെച്ചിട്ട് 7.5 സെന്റിമീറ്റർ ലൈൻ വരക്കാം. ഇവിടെയാണ് 7.5 സെന്റിമീറ്റർ വന്നത്. ആ എക്സ്റ്റേണൽ പോയിന്റിന് പി എന്ന് നെയിം കൊടുക്കാം. പിന്നെ നമുക്ക് 7.5 മീറ്റർ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഒ പി എന്ന ലൈനിന്റെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരക്കാം. സോ പിയിൽ കോമ്പസ് വെച്ച് ഹാഫിൽ കൂടുതൽ എടുക്കുക. അതിനുശേഷം താഴെയും മുകളിലും ആർക്ക് വരക്കുക. അതേപോലെ തന്നെ ഓയിലും കോമ്പസ് വെച്ച് താഴെയും മുകളിലും ആർക്ക് വരക്കാം. ഓക്കെ, ഇനി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ജോയിൻ ചെയ്യാം. കണ്ടോ, നമുക്ക് ഇവിടെ ആയിട്ട് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആ പോയിന്റിന് എ എന്ന നെയിം കൊടുക്കാം. സോ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഒ എ റേഡിയസ് ആയി എടുത്തുകൊണ്ട് നമ്മളൊരു സർക്കിള് വരക്കണം. എയിൽ കോമ്പസ് വെച്ച് ഒ എ മെഷർ ചെയ്ത് എ സെന്ററായി വരുന്ന രീതിയിൽ ഒരു സർക്കിള് വരക്കാം. ആ ഒരു സർക്കിള് പിയിൽ ടച്ച് ചെയ്തിട്ടായിരിക്കും പോവുക. ഓക്കെ, ഇതിന് മുമ്പുള്ള ഒരു ക്വസ്റ്റ്യനിൽ ഇതേ പേജ് നമ്പറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലും നമുക്ക് 2.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആയിരുന്നു വരക്കാൻ പറഞ്ഞത്. ഇതേപോലെ തന്നെയായിരുന്നു ഫിഗർ വന്നത്. ഇനി ഒന്നും ചെയ്യാനില്ല. സർക്കിൾ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ്സ് ആണ് ഇവിടുത്തെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഓക്കെ, അതിന് ബി സി എന്ന് നെയിം കൊടുക്കാം. ഇനി ഈ ബി പിയും സി പിയും ജോയിൻ ചെയ്തതിനാൽ ടാൻജന്റ് കിട്ടും. ഓക്കെ, ബി പി ജോയിൻ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് സി പിയും ജോയിൻ ചെയ്യുക. കണ്ടല്ലോ, ഇതാണ് നമ്മളോട് വരക്കാൻ പറഞ്ഞ ഫിഗർ.